ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുന്നത് അജ്മൽ 1001 നൈറ്റ്സ് എന്ന പെർഫ്യൂം ഓയിലാണ്. ഇത് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ സാമ്പിളാണ്. നോട്ട് ഫോർ സെയിൽ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുറേ നാളായിട്ട് ഞാൻ ഈ സാമ്പിളിൽ നടന്നിരുന്നു. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ അതിൻ്റെ പെർഫ്യൂം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, ഈ പെർഫ്യൂമിന് ഞാൻ ഫസ്റ്റ് നോക്കുന്ന കാലത്ത് 5000 റുപ്പീസാണ് ഇതിൻ്റെ ഒരു റീറ്റെയിൽ പ്രൈസ് ഉണ്ടായിരുന്നത്. ഇപ്പം അത് 6600 ആയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഒരു പെർഫ്യൂം സെല്ലർ എടുത്തുനിന്ന് ഈ സാധനം വെറുതെ എടുത്തൊന്ന് കയ്യിൽ തേച്ച് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇതിൻ്റെ വലുതെടുത്തിട്ട് എൻ്റെ ഒരു പർപ്പസിന് ഇത് നടക്കൂല എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് സാമ്പിൾ ഒന്ന് കയ്യിൽ എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഓരോ സൈറ്റിൽ ഇങ്ങനെ നോക്കും സാമ്പിൾസ് ഉണ്ടോ എന്നുള്ളത്. അജ്മലിൻ്റെ സ്റ്റോർ പോയി ചോദിച്ചാൽ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ പിന്നെ ആ ഒരു പണി ചെയ്തില്ല എന്നുള്ളൂ. അപ്പോൾ സാമ്പിൾസ് നമുക്ക് സ്മിട്ടണെന്ന് കിട്ടുമല്ലോ. അതിനൊരു നിശ്ചിത എമൗണ്ട് കൊടുത്താൽ സ്മിട്ടണെന്ന് കിട്ടും. അങ്ങനെ ഇതും അജ്മൽ മിസിയാനും ഇത് രണ്ടുമാണ് ഞാൻ എപ്പോഴും ലക്ഷ്യം വെക്കാറുള്ളത്. ഇത് രണ്ടും അവർ ഇത്തിരിയെ തരുള്ളൂ കേട്ടോ. ഇത് 1 ml പോലും ഉണ്ടാവില്ല, ഇത്തിരിയെ തരുള്ളൂ. പക്ഷെ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതൊരു 1 ml തന്നെ ഇപ്പോഴത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 220 റുപ്പീസ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിത് സ്മിട്ടെല്ലാം കൂടി 200 രൂപയ്ക്ക് ഒരു 5-6 സാമ്പിൾസ് നമ്മൾ 200 റുപ്പീസിന് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് അവർ 1 ml തരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അജ്മൽ മിസിയാണ് ഞാൻ ഒരുപാട് തവണ അതിൽ ഇങ്ങനെ കൊടുക്കും. അവർ പകരം എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിരിക്കും, ഒരു ബന്ധമില്ലാത്ത ചിലപ്പോൾ ഏതെങ്കിലും പെർഫ്യൂംസ്. എന്നിട്ട് ഞാനത് തിരിച്ച് അങ്ങോട്ട് തന്നെ ഫോട്ടോ അയച്ചെടുത്തിട്ട് അവർ ആ എമൗണ്ട് റീഫണ്ട് ചെയ്യും. അതാണ് സാധാരണ സംഭവിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും വരും എന്നെനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ 1001 നൈറ്റ്സ് ആദ്യ ഒരു തവണ ഓർഡർ ചെയ്തു, അത് വന്നില്ല. രണ്ടാമത്തെ ഒരു തവണ വീണ്ടും വേറെ അക്കൗണ്ടിൽ കയറി ഓർഡർ ചെയ്തു, അങ്ങനെ വന്നപ്പോഴായിരുന്നു എനിക്ക് ഓക്കെ ഇത് കിട്ടിയെന്നുള്ള. പക്ഷെ ഞാൻ ഇതിൽ ഇനിയിപ്പോൾ ഫുള്ളൊക്കെ ഉണ്ടാവുന്നൊക്കെ കരുതി. പക്ഷെ പിന്നെ തുറന്നാകുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഇത് ഇത്ര അവർ സാമ്പിൾ കൊടുക്കുള്ളൂ എന്നുള്ളത്. എന്തായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത് കിട്ടിയാൽ മതി. കാരണം നമുക്കിത് ഇങ്ങനെ ഞാനിപ്പോൾ ഇവിടെ തേച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ സ്മെല്ല് നോക്കിയിട്ട് ഇത് എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് അത്രേ പർപ്പസേ ഉള്ളൂ. മിക്ക പെർഫ്യൂംസ് ഞാൻ അങ്ങനെ നോക്കാറുള്ളൂ. നമുക്കിതിൻ്റെ ഒരു ഫ്രാഗ്രൻസ്, പിന്നെ മാത്രമല്ല നമ്മളെ മെയിൻ പരിപാടികൾ ഇൻസ്പയർഡ് പെർഫ്യൂംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ. ഓരോന്ന് വീഡിയോ ചെയ്യുമ്പോഴും മറ്റുള്ളതൊക്കെ ഇത് ഒന്നൊന്നിനെ മാച്ചിങ് ആണോ എന്നുള്ളത് നോക്കുക. അതിന് നമുക്ക് റെഫറൻസിനും ഇത്ര കിട്ടിയാൽ മതി. അപ്പോൾ എന്തായാലും ഇതാണ് ബോട്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. ഒരു 1001 നൈറ്റ്സിൻ്റെ മറ്റേ അത്ഭുത വിളക്കിൻ്റെ ഒക്കെ ഒരു രൂപമായിരിക്കണം. ഇതാണ് പെർഫ്യൂം ഓയിൽ. വളരെ തിക്കായിട്ടുള്ള ഓയിലാട്ടോ. നമ്മൾ ഈ പെന്നിൻ്റെ ഉള്ളിൽ മറ്റേ ജെല്ലൊക്കെ നിൽക്കണ പോലെയാണ് ഈ ഓയിൽ നിൽക്കുന്നത്. അത്ര തിക്കാണ്. അപ്പോൾ ഇതിനി ഞാൻ തേക്കുന്നില്ല, ഓൾറെഡി ഞാൻ ഇവിടെ തേച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നല്ല കട്ടിയായിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഊതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലുള്ള ഊതിൻ്റെ ഒരു കട്ടിയുള്ള ഊത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടമാവുന്ന ഒരു സാധനമാണ് ഈ 1001 നൈറ്റ്സ്. അത്ര കട്ടിയുള്ള ഊത്. അതായത് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് ഈ ഊത് കമ്പോഡിയും പിന്നെ ഊത് കുവൈത്തിയൊക്കെ ഉണ്ടല്ലോ. ഞാൻ അതിൽ അത്ര പറയാനൊരു എക്സ്പേർട്ട് അല്ല. കാരണം എനിക്ക് ആ ഫ്രാഗ്രൻസുകൾ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് നോക്കാറുമില്ല. എന്നെ സംബന്ധിച്ച് അതൊക്കെ ഒരേ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഫ്രാഗ്രൻസ് അത്രേ ഉള്ളൂ. കാരണം ഇത് യൂസ് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ ഇഷ്ടാവില്ല. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ കരുതും ഇത് ഞാൻ വെറുതെ പറയണം എന്നുള്ളത്. കാരണം ഈ ഊത് കമ്പോഡിൻ്റെ ഊത് കുവൈത്തിൻ്റെ ഒക്കെ ഉള്ളിൽ നിന്ന് നോട്ട്സ് ബ്രേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഇന്ന ഫ്രാഗ്രൻസുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. എനിക്ക് എന്തായാലും അങ്ങനെ കഴിയില്ല. കാരണം ഒന്നാമത്തെ എനിക്ക് ആ ഫ്രാഗ്രൻസുകൾ എനിക്ക് ബെയർ ചെയ്യാൻ കഴിയില്ല, അത്രേ ഉള്ളൂ. അതൊരു മോശം ഫ്രാഗ്രൻസ് അല്ല. ഞാൻ അത്തരം പ്രൊഡക്റ്റുകളുടെ എന്താ പറയുക എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇവിടെ പക്ഷെ അത്രയും സ്ട്രോങ് അല്ല, എന്നാലും ഒരു പരിധി വരെ ആ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഊതിൻ്റെ ഫ്രാഗ്രൻസ്, അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൈസി ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു പഞ്ചാണ് ഇതിൽ മൊത്തത്തിലുള്ളത്. ഒരു സ്പൈസി പ്ലസ് ഒരു വുഡി സ്പൈസി ഒരു പഞ്ച്. അതിലെവിടേക്കോ ചെറുതായിട്ട് വളരെ മൈൽഡായിട്ട് നമുക്ക് ഒരു മസ്കിൻ്റെ ഒരു ഹിൻറ്റ് ഇങ്ങനെ ചെറുതായിട്ട് വരും. അതേപോലെ തന്നെ വളരെ നേരിയ രീതിയിൽ ഒരു അരോമാറ്റിക് ഫീല് ഇതിൻ്റെ ഡ്രൈ ഡൗണിൽ കുറച്ചും കൂടെയൊക്കെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്നിഫ് ചെയ്ത് നോക്കുമ്പോൾ അതിലെന്തോ ഒരു അരോമാറ്റിക് നോട്ട്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. അത്ര ഇതിൽ നോട്ട്സ് വരുന്നുള്ളൂ. അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വളരെ ഡാർക്ക് ആയിട്ടുള്ള വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്. അത് മെച്ചുവേർഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പ് നോക്കിയാൽ മതി. എന്താ പറയുക, ഒരു കുറച്ചും കൂടി ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള
ഒരു ഏജിലുള്ള ആളുകൾക്ക് ഇത് വളരെ മാച്ചിങ് ആണ്. അല്ലാത്തവർ ഇത് യൂസ് ചെയ്യാതിരിക്കുക. ഞാൻ പേഴ്സണലി ഇത്തരം പെർഫ്യൂമുകൾ ഞാൻ പ്രിഫർ ചെയ്യാറില്ല. കാരണം ഞാൻ ഒരിക്കലും ഇത് മോശമെന്ന് പറയണില്ല, നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിന് പറ്റിയതല്ല ഇത്. ഇനി അപ്പോൾ ഓർത്താൽ മതി, ഇത് കുറച്ചും കൂടി എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നാവുക എന്നെനിക്ക് തോന്നാം. എൻ്റെ ഒരു പെർസെപ്ഷൻ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയല്ല, എൻ്റെ ഒരു പെർസെപ്ഷൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഇത് എത്രത്തോളം പ്രൊജക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഞാനത് ആകെ 1-2 തവണയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് കുറേ സമയം നിൽക്കുന്നുണ്ട്. ഫ്രാഗ്രൻസ് ഒരു 4+ hours ഒക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഇതൊരു 12+ hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് വൈസ് ഇത് നല്ലതാണ്. പക്ഷേ എന്താ പറയുക, ഓവർ അപ്ലൈ ചെയ്യരുത്. കാരണം ഇത് നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് ഒരിക്കലും ഓവർ അപ്ലൈ ചെയ്ത് പോകരുത്. ഒപ്പമുള്ള ആളുകൾക്ക് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. പിന്നെ ഒരിക്കലും ഒരു സെഡക്റ്റീവ് നാച്ചുറലുള്ള സാധനമൊന്നുമല്ല ഇത്. ശരിക്കും ഒരു റിച്ച് മാന് അയാളുടെ ഒരു റിച്ച്നെസ് കാണിക്കാനുള്ള ഒരു ഫ്രാഗ്രൻസ്, അങ്ങനെ ഇതിന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. അതായത് നല്ല കുത്തുന്ന ഊതിൻ്റെ ഫ്രാഗ്രൻസ്. ഒന്നും കൂടി പരിഷ്കരിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു ഊതിൻ്റെ ഒരു തൈലം ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സ്മെല്ല് നമ്മളൊരു മൈൻഡിൽ ഉണ്ടാവില്ലേ, ആ സാധനമാണ് ഇതിൽ നിന്ന് വരുന്നത്. അത് ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അത് ഇഷ്ടമുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാത്തൊരാളുകൾക്ക് ഇത് ഇഷ്ടമാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഞാൻ മോസ്റ്റ്ലി ഈ മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂംസ് അത്ര പ്രിഫർ ചെയ്യാറില്ല. മോസ്റ്റ്ലി വെസ്റ്റേൺ പെർഫ്യൂംസ് ആണ് ഇഷ്ടപ്പെടാറുള്ളത്. കാരണം എൻ്റെ ഒരു എന്താ പറയുക, ഒരു മൈൻഡ് സെറ്റിന് അതാണ് എനിക്ക് എപ്പോഴും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ആണ്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ 1001 Nights പെർഫ്യൂം ഇപ്പം ഞാൻ പറഞ്ഞത് ഇതിങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. ഇവിടെ ഈ സാധനം ഇത് ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാൻ തിരിച്ചിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് ലൂസാക്കിയിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നിങ്ങൾ വാങ്ങിക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ സാധനം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലവർ പിന്നെ വേറെ എന്തെങ്കിലും നിറച്ച് വെച്ചതാണെങ്കിലോ നമുക്കറിയില്ലല്ലോ എന്താ അവർ നിറച്ചതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പണി ചെയ്യരുത്. എനിക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ വലുത് വാങ്ങിച്ചോളൂ. 6600-ന് വലുത് വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ ഇതേപോലത്തെ സാമ്പിൾസ് എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അല്ലാതെ ഒരിക്കലും ഈ ബോട്ടിൽ നിന്ന് ലൂസ് വാങ്ങിക്കരുത്. അതിൽ പറ്റിപ്പുണ്ടാവും. എല്ലാവരും ചെയ്യുന്നല്ല, പക്ഷെ അതിന് ചാൻസസ് ഉണ്ട്. അത് കാരണം ഒരു പെർഫ്യൂം നമ്മൾ ഈ ഡിക്കൻസ് വാങ്ങിക്കുന്ന പോലെയല്ല. പെർഫ്യൂം ഓയിൽസ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഇൻസ്പയർഡ് ചെയ്ത് ആളുകൾ ഫില്ല് ചെയ്ത് വെക്കുന്ന പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം ഈ ഒരു സാധനം നിങ്ങൾ ചെറുത് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും. അജ്മലിൽ ഞാൻ പൊതുവേ വില കൂടിയ പെർഫ്യൂംസ് ആകെ ഒരു 5-6 എൻ്റെ കണ്ണിൽ ഞാൻ എൻ്റെ കാഴ്ചയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന് ഒരു ബ്ലാക്ക് എന്തൊരു പേരുടെ സാധനം, ഒരു 10,000 ഒക്കെ അടുത്ത പ്രൈസുള്ള, ഇതിനൊരു 6,000 ചേഞ്ച് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 5-6 പെർഫ്യൂംസ് ഒരു 6,000 to 10,000 ഉള്ളിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പ്രീമിയം കാറ്റഗറിയിൽ പെട്ട ഒരു പ്രൊഡക്റ്റാണിത്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും പിന്നെ എന്താ പറയുക, ലോഞ്ചിവിറ്റി ആണെങ്കിലൊക്കെ ഇത് നല്ല രീതിയിൽ പ്രൊജക്ഷനും ലോഞ്ചിവിറ്റി ഒക്കെ ഉണ്ട്. ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്തോളൂ. ഞാൻ എൻ്റെ നമ്മളൊരു കാര്യം പറയുമ്പോൾ ജെന്യുവനായിട്ട് പറയണമല്ലോ. എനിക്ക് ഇത് പേഴ്സണലി ഈ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഓയിലി, ഒരു വുഡി ഓയിലി, ഊത് സ്മോക്കി അങ്ങനത്തെ സംഭവം എനിക്ക് അത്ര ഇഷ്ടമാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. സോ എനിവേസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.